ഹായ് ഫ്രണ്ട്സ്, ഡ്രീമേഴ്സ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ പെയിൻറ്റിങ് പണി നടത്തിയാലോ? റെഡിയല്ലേ? അപ്പോൾ ആദ്യമേതാ ഇത്രയും വലുപ്പമുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തു. ഇതിൻ്റെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഞാൻ ചെറിയൊരു കോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമേ പെൻസിൽ കൊണ്ട് കുറച്ച് കടുപ്പിച്ച് തന്നെ എഴുതുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വൈറ്റ് കളറും അതോടൊപ്പം തന്നെ ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്യാണ്. ചെറിയ അളവിൽ ആദ്യം എടുക്കുക, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് കുറച്ചുകൂടെ എടുക്കുക. അങ്ങനെ ഒരു 2 തവണയായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷൻ കിട്ടും, ഒരു മിക്സഡ് കളർ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്കിനി പതിയെ കാർഡ്ബോർഡിലേക്ക് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഫുള്ള് പെയിൻ്റ് ഒന്ന് എടുത്തു, കളർ അടിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ആദ്യമേ നമ്മളൊരു വൈറ്റ് കോട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കളറും കൂടെ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ആ ബാക്ക്ഗ്രൗണ്ട് തെളിഞ്ഞ് കാണാതിരിക്കുക. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബ്രഷായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടതായ ചെറിയ പരിമിതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ ചെയ്യുമ്പോൾ ഞാനതും കറക്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളും ഉറപ്പായിട്ടും ആ ഒരു മിസ്റ്റേക്ക്, ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ്നറാണ്. ഞാനിവിടെ വൈറ്റ്നറാണ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ബ്രഷ് അതിന് തക്കതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പതിയതാ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു ഗ്രീനും യെല്ലോയും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഇലകളുടെ ഡിസൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് ആ ഒരു പൂവിൻ്റെ നിറം, ഞാൻ അവിടെ ഒരു റെഡാണ് കൊടുത്തത്, റെഡ് കളർ വെച്ചിട്ടാണ് വരച്ചത്. അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബി യുവർ സെൽഫ് എന്നുകൂടി എഴുതി. പിന്നെ എൻ്റെ സൈനും ഇന്നലത്തെ ഡേറ്റ്, ഇന്നലെയാണിത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ ഡേറ്റും കൂടെ ഞാൻ എഴുതുകയാണ്. ഈ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഒരു ചെറിയ രീതിയിൽ, ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. കാരണം നേരത്തെയൊക്കെ നമ്മൾ സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ നേരത്തെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇത് പെയിൻറ്റിങ് പിന്നെയും ചെയ്തുകൊണ്ട് അതിൻ്റേതായ ചെറിയ പരിമിതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ നമുക്കിതെല്ലാം മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ഡ്രോയിങ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതിൽ നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.